കുളച്ചൽ തുറമുഖ വിഷയത്തിൽ കേന്ദ്ര നിലപാട് ന്യായീകരിക്കാനാവില്ലെന്ന് തുറമുഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഇപ്പോൾ കുളച്ചൽ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകുകയും അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ്. ഇത്രയും ബൃഹത്തായ രണ്ട് പദ്ധതികൾ 25 കിലോമീറ്റർ അകലങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലത്ത് അനുവദിച്ചു എന്ന് പറയുന്നത് ഒരു നീതീകരിക്കാവുന്ന നടപടിയല്ല. പദ്ധതികൾ വിജയിപ്പിക്കാനുള്ള ചുമതലയാണ് ഗവൺമെന്റുകൾക്കുള്ളത്. അപ്പോൾ അതിൽ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് പരിഗണിച്ചില്ല എന്നത്. പിന്നെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ പറയാൻ വെച്ചാൽ മറ്റൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം എന്താ അറിയോ, എങ്ങനെയാണ് ഇതിന് ഈ വാർത്തകളിൽ കൂടി വന്ന വിവരങ്ങളല്ലാതെ ഔപചാരികമായോ ഔദ്യോഗികമായോ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. എന്നാൽ ലഭ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഞങ്ങളുടെ പ്രതികരണം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം ഈ സംസ്ഥാന ഗവൺമെന്റ് പറയാനുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കും. ലിബിയയിൽ നിന്ന് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയ മലയാളി എഞ്ചിനീയർ റെജി ജോസഫിനെ മോചിപ്പിച്ചു. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്റർ വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ മാർച്ചിലാണ് റെജി ജോസഫ് ഉൾപ്പെടെ 4 പേരെ തട്ടിക്കൊണ്ടുപോയത്. ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ നിന്നും കഴിഞ്ഞ മാർച്ച് 31-നാണ് റെജി ജോസഫിനെയും മറ്റ് 3 സഹപ്രവർത്തകരെയും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത്. ലിബിയയിലെ അൽദവാൻ സോഫ്റ്റ്വെയർ കമ്പനിയിൽ എഞ്ചിനീയറായിരുന്നു കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ റെജി ജോസഫ്. വിദേശകാര്യ മന്ത്രാലയവും ലിബിയയിലെ ഇന്ത്യൻ എംബസിയും ചേർന്ന് മാസങ്ങളായി മോചനത്തിനായുള്ള ശ്രമം തുടരുകയായിരുന്നു. റെജി ജോസഫിനെ മോചിപ്പിച്ച കാര്യം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. ലിബിയയിലെ ഇന്ത്യൻ അംബാസിഡർ അസർ AH ഖാന്റെ പ്രവർത്തന ഫലമായാണ് മോചനം സാധ്യമായതെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി. റെജി ജോസഫിനെ എപ്പോൾ നാട്ടിലെത്തിക്കുമെന്ന കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല. ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യവും വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളിക്കെതിരെ കുരുക്ക് മുറുകുന്നു. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വായ്പ കൈപ്പറ്റിയത് വെള്ളാപ്പള്ളി തന്നെയെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. വെള്ളാപ്പള്ളിക്കെതിരെ വിജിലൻസ് കേസ് എടുത്തേക്കും. SNDPയുടെ അടിയന്തര യോഗവും വെള്ളിയാഴ്ച വിളിച്ചു ചേർത്തിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ SNDPക്ക് കീഴിലുള്ള പത്തനംതിട്ട, തിരുവല്ല, പുൽപ്പള്ളി, കായംകുളം യൂണിയനുകൾ നടത്തിയത് അതീവ ഗുരുതര ക്രമക്കേടുകളാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രമക്കേട് നടത്തിയ പുൽപ്പള്ളി യൂണിയന്റെ ഭാരവാഹികളെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ച ലോക്കൽ പോലീസിന്റെ നടപടിയെ അതീവ രൂക്ഷമായ ഭാഷയിലാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വിമർശിക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇപ്രകാരമാണ്: പിന്നാക്ക കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ തുകയ്ക്ക് ലഭിക്കുന്ന പണം കൂടിയ തുകയ്ക്ക് ശാഖകൾ വഴി ഇടപാട് നടത്തിയത് വെള്ളാപ്പള്ളിയുടെ അറിവും സമ്മതത്തോടെയുമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം 1903 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന SNDP യോഗം ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിക്ക് പണമിടപാടുകൾ നടത്താനുള്ള അധികാരമില്ല. മണി ലെൻഡിംഗ് ആക്ടിന് വിരുദ്ധമായ ഇടപാടുകൾ നടന്നത് വെള്ളാപ്പള്ളിയുടെ അറിവും സമ്മതത്തോടെയുമാണ്. വ്യാജമായ നിരവധി സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തതായി ബോധ്യപ്പെട്ടിട്ടും സംഘങ്ങളെ പിരിച്ചുവിടാതിരുന്ന വെള്ളാപ്പള്ളിയുടെ നടപടി വഞ്ചനാപരമാണ്. അതിനാൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസിൽ വഞ്ചനാകുറ്റം ചുമത്താവുന്നതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറിയിൽ പറയുന്നു. വെള്ളാപ്പള്ളി SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ KK മഹേശൻ, പിന്നാക്ക വികസന കോർപ്പറേഷൻ MD നജീബ് എന്നിവർ ഗൂഢാലോചന നടത്തിയാണ് തട്ടിപ്പ് നടത്തിയതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മവേദി ഭാരവാഹികളായ ബിജു രമേശ്, KK പുഷ്പാങ്കരൻ എന്നിവർ VS അച്യുതാനന്ദന് പരാതി നൽകിയതിനെ തുടർന്നാണ് VS വിജിലൻസ് കോടതിയെ സമീപിച്ചത്. അവധിയിലായ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തിരികെ എത്തിയാലുടൻ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം പരിശോധിക്കും. ആവശ്യമെങ്കിൽ നിയമോപദേശം കൂടി ജേക്കബ് തോമസ് തേടിയേക്കും. ഇത്രയധികം തെളിവുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയെ മൈക്രോ ഫിനാൻസ് കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് കേരള കോൺഗ്രസ് M മുഖപത്രം പ്രതിച്ഛായ. രാഷ്ട്രീയ മര്യാദ പാലിക്കാത്ത കോൺഗ്രസ് ഒറ്റുകാരുടെ കുടിയാട്ടമായി മാറിയിരുന്നുവെന്നും പ്രതിച്ഛായയിൽ വിമർശനം. ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ഒറ്റുകാരുടെ കൂടിയാട്ടം എന്ന മുഖപ്രസംഗത്തിലൂടെയാണ് കേരള കോൺഗ്രസ് M രൂക്ഷമായി വിമർശിക്കുന്നത്. രാഷ്ട്രീയ മാന്യത, മര്യാദ, ധാർമ്മികത, സത്യസന്ധത എന്നിവയ്ക്ക് വില കൽപ്പിക്കാത്ത കോൺഗ്രസ് നേതാക്കളാണ് ഇവരെന്നും പ്രതിച്ഛായ പരോക്ഷമായി പറയുന്നു. ബാർക്കോഴയുടെ പ്രഭവകേന്ദ്രമായ ബിജു രമേശിന്റെ പിന്നിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. വിജിലൻസ് കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചയാളെ വെറുതെ വിട്ടും കുറ്റക്കാരനല്ലെന്ന് വിധിച്ചയാളെ നിഷ്കുരണം ശിക്ഷിച്ചും ജനകീയ കോടതി എഴുതിയ വിധി ഒറ്റുകാരുടെ മുഖത്ത് മുഷ്ടി ചുരുട്ടി നൽകിയ പ്രഹരമായിരുന്നുവെന്നും പ്രതിച്ഛായ ബാബുവിനെ കുറിച്ച് പരാമർശിക്കുന്നു.
കപട സൗഹാർദ്ദത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഇവർക്ക് സീസറിന്റെ നെഞ്ചിൽ കടാരയിറക്കിയ ബ്രൂട്ടസിന്റെ വേഷമാണ് കൂടുതൽ യോജിക്കുക എന്ന് ചൂണ്ടിക്കാട്ടുന്ന മുഖപ്രസംഗം വാസ്തവത്തിൽ വിജയിച്ചത് ബിജു രമേശാണെന്നും പറയുന്നു. മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് പോലും ആക്കാൻ വയ്യാത്ത അവസ്ഥയിലാക്കി. 4 മന്ത്രിമാരെ വെള്ളം കുടിപ്പിച്ചു. അതിലൊരു മന്ത്രിയെ രാജിവെപ്പിച്ചു. മറ്റൊരു മന്ത്രിയെ തോൽപ്പിച്ച് വീട്ടിലിരുത്തി. പിന്നെയുള്ളവരെ പ്രതിപക്ഷത്തും. സുധീരൻ ചൂണ്ടിക്കാണിച്ച തെറ്റായ സന്ദേശവും ഇതുതന്നെയാണോ എന്ന ചോദ്യമുന്നയിച്ചുകൊണ്ടാണ് പ്രതിച്ഛായയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. അതേസമയം പ്രതിച്ഛായ ലേഖനത്തെ തള്ളി കെ മാണി രംഗത്ത്. തന്റെ നിലപാടോ പാർട്ടി നിലപാടോ അല്ല ലേഖനം. പ്രതിച്ഛായ ഒരു സ്വതന്ത്ര മാസികയാണെന്ന് മാണി കോട്ടയത്ത് പറഞ്ഞു. എന്റെ നയങ്ങളൊന്നും അല്ല അല്ലെന്നേ, അതൊരു മാഗസിൻ. ഇങ്ങനെ എന്തെല്ലാം വരും, അതിങ്ങനെ മാസികകളിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ വരും. അത് പാർട്ടിയുടെ നയമായിരിക്കണമെന്നില്ല. അതൊരു സ്വതന്ത്ര വാരികയാണ്. അത് പല അഭിപ്രായങ്ങളും വരും. UDF-നെ കടുത്ത സമ്മർദ്ദത്തിലാക്കാൻ കേരള കോൺഗ്രസ് എം. ബാർക്കോഴ ഗൂഢാലോചനയിൽ പങ്കാളിയായ രമേശ് ചെന്നിത്തലയെ UDF ചെയർമാൻ സ്ഥാനത്തു നിന്ന് മാറ്റിയില്ലെങ്കിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാനും മാണി ഗ്രൂപ്പിൽ ആലോചന. വിഷയത്തെ ഗൌരവമായി തന്നെയാണ് പാർട്ടി നേതൃത്വം കാണുന്നതെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അടുത്തയാഴ്ച ഉണ്ടായേക്കും. അതിനു മുന്നോടിയായി വിവിധ ജില്ലാ നേതാക്കളെ കോട്ടയത്തുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തി അഭിപ്രായങ്ങൾ ആരായുകയാണ് നേതൃത്വം. ഇടുക്കി, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ നേതാക്കളുമായി ജോസ് കെ മാണി പാർട്ടി ആസ്ഥാനത്ത് ആശയവിനിമയം നടത്തിയിരുന്നു. ബാർക്കോഴ വിവാദമടക്കമുള്ള വിഷയങ്ങളെ ഗൌരവമായിട്ടാണ് പാർട്ടി കാണുന്നതെന്ന് ജോസ് കെ മാണി MP വ്യക്തമാക്കി. ഗൌരവമായിട്ട് തന്നെ നേതാക്കന്മാർ ഈ കാര്യങ്ങൾ സംസാരിച്ചു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പോഷക സംഘടനയിലും ഒക്കെ അവരുടെ വികാരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പാർട്ടി പൊതുവായിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ശേഷമേ അത് പാർട്ടിയുടെ അഭിപ്രായമാവുള്ളൂ. ബാർക്കോഴ വിവാദം KM മാണിയെ തകർക്കുന്നതിനുള്ള ഗൂഢാലോചനയാണെന്നും രമേശ് ചെന്നിത്തല അടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നുമാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ പറയാതെ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ബാർക്കോഴ കേസിന്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ പോഷക സംഘടനകളായ യൂത്ത് ഫ്രണ്ടും KSയും രംഗത്തെത്തിയിരുന്നു. യൂത്ത് ഫ്രണ്ട് നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയക്കുകയും ചെയ്തു. പാർട്ടിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരുന്ന് UDF നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങളും കേരള കോൺഗ്രസ് എം ആലോചിക്കുന്നുണ്ട്. ചരൽക്കുന്നിൽ അടുത്ത മാസം നടക്കുന്ന സംസ്ഥാന ക്യാമ്പിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുന്നണിയാകുമ്പോൾ തർക്കങ്ങൾ സ്വാഭാവികമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. JDU, കേരള കോൺഗ്രസ് മാണി കക്ഷികൾ കോൺഗ്രസിനെതിരെ പരാതി ഉന്നയിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ബാർക്കോഴ ഗൂഢാലോചന സംബന്ധിച്ച KM മാണിയുടെ ആരോപണത്തോട് സുധീരൻ പ്രതികരിച്ചില്ല. ഏത് യുണൈറ്റഡ് ഫ്രണ്ട് ആയാലും, അത് LDF ആയാലും UDF ആയാലും, ചില സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകമായ ചില അഭിപ്രായങ്ങളോ ചില വിയോജിപ്പോ യോജിപ്പൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതെന്തു വന്നാലും അതെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് വളരെ രമ്യമായി നല്ല രീതിയിൽ UDF ഒരു എല്ലാവരും യോജിച്ചുകൊണ്ടുള്ളൊരു നല്ലൊരു രാഷ്ട്രീയ സംവിധാനമായിട്ടാണ് നിലനിന്ന് വരുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട്. വയനാട് ബത്തേരിക്കടുത്ത് പാതിരാപ്പാലത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർ മരിച്ചു. ചിക്കലൂർ സ്വദേശി വിനോദ്, കണിയാൻപാറ്റ സ്വദേശി ജോൺസൺ എന്നിവരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കൽപ്പറ്റയിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കൽപ്പറ്റയിലേക്കും ബത്തേരിയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി സർക്കാർ ഡോക്ടർമാർ നാളെ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. ആലപ്പുഴ അരൂക്കുറ്റിയിലെ ഡോക്ടർ വരുണിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത്. ആലപ്പുഴയിൽ ഡോക്ടർമാർ നടത്തിവന്ന സമരവും പിൻവലിച്ചതായി KGMOA ഭാരവാഹികൾ അറിയിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ 24 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസ്ഥാന വ്യാപകമായിട്ട് IMAയും KGMOയും ചേർന്ന് സമരത്തിലോട്ട് പോകുമെന്നുള്ള നോട്ടീസ് കൊടുത്തിരുന്നു. ഇന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്യുകയും 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് നടപടികൾ എടുക്കുകയും കേസ് ചാർജ് ചെയ്യുകയും കണ്ടാലറിയാവുന്ന വീട് കയറി ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജന ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് KGMOയും IMAയും ആലപ്പുഴ നടത്തിക്കൊണ്ടുവരുന്ന സമരം നാളെ സംസ്ഥാന വ്യാപകമായി നേരത്തെ പറഞ്ഞിരുന്ന സമരവും താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. 1 മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു.
പള്ളികൾ കേന്ദ്രീകരിച്ച് ഈദ്ഗാഹുകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തെക്കൻ കേരളത്തിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകളാണ് നടന്നത്. പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പാളയം ഇമാം VP സുഹൈബ് മൗലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡിലൂടെ ഏകമത വിശ്വാസം അടിച്ചേൽപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് ഈദ് ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഒരേക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കും അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സങ്കല്പത്തിനുമെതിരാണ് ഏക സിവിൽ കോഡ് എന്നാണ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തെ എന്ന് മാത്രമല്ല എല്ലാ സമൂഹങ്ങളെയും അവരുടെ ആചാരങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ വിടുക എന്നതാണ് മതേതര പൈതൃകത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടം ചെയ്യേണ്ടത് എന്ന് ഭരണകൂടത്തോട് പങ്കുവെക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. മധ്യകേരളത്തിൽ പ്രതികൂല കാലാവസ്ഥ കാരണം പതിവ് ഈദ്ഗാഹ് ചടങ്ങുകൾ ഒഴിവാക്കി. വൈറ്റില സലഫി മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ നടൻ മമ്മൂട്ടിയും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. തൃശൂർ, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും വിവിധ ആരാധനാലയങ്ങളിൽ നടന്ന ചടങ്ങുകളിലായി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മലബാറിലെ വിവിധ പ്രദേശങ്ങളിലും ഈദ്ഗാഹ് ചടങ്ങുകളിൽ വിശ്വാസികൾ സജീവമായി പങ്കെടുത്തു. മഴ മൂലം പള്ളികൾ കേന്ദ്രീകരിച്ചായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത്. മലപ്പുറത്ത് പാണക്കാട് ജുമാ മസ്ജിദിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലെ ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് മലയാളികളും പങ്കെടുത്തു. ഒരു മാസം നീണ്ട വ്രതത്തിനൊടുവിൽ സ്ഫുടം ചെയ്ത മനസ്സുമായാണ് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി നടന്ന ഈദ് നമസ്കാരങ്ങളിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു. UAE പുലർച്ചെ 6 മണിക്ക് ഈദ് നമസ്കാരം ആരംഭിച്ചു. UAE മലയാളികളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിരുന്നു. ദുബായ് അൽമനാർ സെന്ററിൽ നടന്ന ഈദ് നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും മോങ്ങം അബ്ദുൽ സലാം മൗലവി നേതൃത്വം നൽകി. വ്രതത്തിലൂടെ നേടിയ ചൈതന്യവും ആത്മവിശുദ്ധിയും ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്ന് പണ്ഡിതർ ഓർമ്മിപ്പിച്ചു. സമാധാനത്തിന്റെ പാത മുറുകെ പിടിക്കണമെന്നും പണ്ഡിതർ അഭിപ്രായപ്പെട്ടു. മനസ്സിനകത്ത് ചീഞ്ഞു നാറുന്ന വികാരങ്ങളുമാണ്. ആ മനസ്സുകൾ ശുദ്ധമാകേണ്ടതുണ്ട്. മനസ്സുകൾക്കകത്ത് സ്ഫോടനം നടക്കേണ്ടതിന് പകരം മനുഷ്യരുടെ ദേഹങ്ങളിലേക്ക് സ്ഫോടനം നടത്തുന്നവർ ഈ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടമായ ജീവികളാണെന്നാണ് വിശുദ്ധ ഖുർആന്റെ സമീപനം. ഷാർജയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഹുസൈൻ സലഫി നേതൃത്വം നൽകി. ആയിരക്കണക്കിന് മലയാളികൾ ഇവിടെ ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു. ജീവിതത്തിന്റെ അന്ത്യം വരെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഈദ് നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആശംസകൾ പങ്കുവച്ചു. ഒമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നായിരുന്നു ചെറിയ പെരുന്നാൾ. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ.